ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ലിഹാ ഡിസൈനിനെ കുറിച്ചിട്ട് ഒരു കംപ്ലൈൻറ്റ് വീഡിയോ, ദാറ്റ് മീൻസ് ഒരു 16,000 രൂപയ്ക്ക് ഒരു പർച്ചേസ് ചെയ്ത ഒരു കസ്റ്റമർ അവരുടെ സാരിയുടെ കളർ ഇളകി പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. ദ സെയിം എക്സ്പീരിയൻസ്, ദ സെയിം അല്ലെങ്കിൽ അത്രയും വിലയുടെ അല്ലെങ്കിലും എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അത് ഒരു 2 വർഷം 1.5 വർഷം മുന്നാണ്, 1-2 വർഷം മുന്നാണ്. പിന്നെ ഞാൻ മേടിച്ച പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു ചുരിദാർ സെറ്റായിരുന്നു. അത് അത്ര വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു 2,000 രൂപയ്ക്ക് താഴെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അന്ന് എനിക്ക് ഇതെങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അതിന് റെസ്പോണ്ട് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കും, അന്ന് കംപ്ലൈൻറ്റ് ചെയ്യാതെ ഇപ്പോൾ എന്തുകൊണ്ട് ഷെയർ ചെയ്യുന്നു എന്ന് ചോദിക്കും, ഇല്ലേ? ഇപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഇത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. ഇപ്പോഴാണ് എനിക്കത് പറയാൻ പറ്റിയത്. അന്ന് എനിക്ക് അതിനുള്ള എന്താ പറയുക, എനിക്ക് അങ്ങനെ എങ്ങനെ പ്രതികരിക്കണം അല്ലെങ്കിൽ എങ്ങനെ അത് കംപ്ലൈൻറ്റ് ചെയ്യണം അവരുടെ അടുത്ത് പറഞ്ഞെങ്കിലും യാതൊരു റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനതങ്ങ് വിട്ട് കളഞ്ഞു. പിന്നെ അത്രയും കോസ്റ്റിൻ്റെ അല്ലേ എന്നോർത്തിട്ട് അന്ന് വാങ്ങിച്ച ആ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് വളരെ മോശം മെറ്റീരിയൽ ആയിരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ബുട്ടിക്കുകളുടെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ പോളിസി ഉണ്ടാവില്ല, അതുപോലെ തന്നെ നമുക്ക് റീഫണ്ട് പോളിസി ഉണ്ടാവില്ല, ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇവരിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് അവർ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വിടും, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അവർ കോൺടാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്തു വയ്ക്കും. അപ്പോൾ ഇതുപോലത്തെ തന്നെ എക്സ്പീരിയൻസ് എൻ്റെ ഒരു ഫ്രണ്ടിനും ഉണ്ടായിരുന്നു. അവർ ഇതുപോലെ തന്നെ ഒരുപോലത്തെ കുറച്ച് സാരീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അവർ അതിന് കംപ്ലൈൻറ്റ് കിട്ടിയതിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ട് അവരത് കംപ്ലൈൻറ്റ് ചെയ്ത് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, കുറച്ച് വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവർ ബേസ് ചെയ്തിട്ടുള്ള എല്ലാവരും ഇവർ ഈ എൻ്റെ ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞവരുടെയൊക്കെ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ഒരു കസ്റ്റമർ എന്ന നിലയിൽ കസ്റ്റമേഴ്സിന് എന്തുകൊണ്ട് ഇവർക്ക് ഒരു ന്യായമായിട്ട് ഇപ്പം പ്രൊഡക്റ്റ് മര്യാദയ്ക്കല്ല കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ റീഫണ്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് റിട്ടേൺ ചെയ്യാനുള്ളതും അല്ലെങ്കിൽ നല്ലൊരു മെറ്റീരിയൽ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാക്കാം. ഇത്രയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഒത്തിരി പൈസയുടെ ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ കസ്റ്റമേഴ്സ് അത് അർഹിക്കുന്നില്ല. ഇപ്പം ഞാനിത് ഇവിടെ പറയാൻ കാരണം എനിക്ക് ഇപ്പോഴാണ് അതിന് സംസാരിക്കാനായിട്ടുള്ളൊരു ഒരു എനർജി ഒക്കെ കിട്ടിയത്. സത്യം പറയാം, ഇപ്പോഴാണ് എനിക്ക് അതിനൊരു എനർജി ഒക്കെ കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അന്നൊന്നും എനിക്ക് ഇതിന് പിന്നാലെ നടക്കാനുള്ള ഒരു സമയമോ സന്ദർഭമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം പിന്നെ എനിക്ക് പ്രശ്നം, ഇപ്പം എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റും. അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് ഒരു പ്രൊഡക്റ്റ് അല്ല, ഞാൻ 2-3-4 പ്രൊഡക്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ എനിക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷെ അന്നൊന്നും എനിക്ക് പ്രതികരിക്കാൻ പറ്റിയിരുന്നില്ല. അത് ചില സാഹചര്യങ്ങളിൽ നിന്നും എനിക്ക് പ്രതികരിക്കാൻ പറ്റിയിരുന്നില്ല. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ബുട്ടീക്കിനും അതുപോലെ തന്നെ ഓൺലൈൻ ബിസിനസ് നടത്തുന്നവരോടും എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്തോ, വളരെ നല്ല കാര്യം, അത് എങ്ങനെ വേണമെങ്കിലും അയക്കും, ഒരു കുഴപ്പമില്ല. പക്ഷേ കസ്റ്റമേഴ്സാണ് നിങ്ങൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കസ്റ്റമേഴ്സിന് നിങ്ങൾ അറ്റ്ലീസ്റ്റ് റീഫണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാനോ ഒരു മര്യാദയെങ്കിലും കാണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, ബൈ.